നേരത്തെ വരെ നിങ്ങൾ കണ്ടത് മുമ്പുള്ള സംഭവമാണ്. ഗൈസ്, നമ്മൾ ചെന്നൈ എക്സ്പ്ലോർ ചെയ്തത് ചെന്നൈ നമ്മളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പോയി കാണുന്നതിനെക്കാട്ടി നന്നായിട്ട് നമ്മളിവിടെ നടന്ന് കാണുന്നുണ്ട്. നമുക്കിവിടുത്തെ ബസ് സ്റ്റോപ്പോ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഓട്ടോക്കാർ കുഴപ്പിക്കുക, പോലീസുകാർ കുഴപ്പിക്കുക, നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുക. പയ്യെ സത്ത് രണ്ട് സ്ഥലമായിരുന്നു ലക്ഷ്യം. അപ്പൊ ഇത് നടന്ന ഒരു സ്ഥലമായിരിക്കും തോന്നുന്നു. വണ്ടി മിസ് ചെയ്യുന്നു. സ്വന്തമായി ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് പോകാമായിരുന്നു. അതായിരുന്നു നല്ലത്. AC ഓണാക്കി സത്ത് നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ട്. അമ്മേന്റെ ഫോൺ അടിക്കുന്നുണ്ട്. നമ്മൾ ചെന്നൈ ഗൈസ് നടന്ന് കണ്ട്. നടന്ന് ആരെങ്കിലും സാധിക്കുമോ? എക്സ്പ്ലോർ ചെയ്യുന്ന ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. എടുത്ത് ഗൈസ് നമ്മൾ 47 ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇത്ര നേരം ഇവിടെ പട്ടികൾ നടന്നപ്പോൾ ഒരു 10 47 ബസ്. നമ്മൾ കറക്റ്റ് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചപ്പോൾ ബസ്സുകൾ വരുന്നില്ല. വൃത്തികെട്ട ജനസംഘം കേട്ടോ, കൊള്ളത്തില്ല. പറ്റിക്കുക ആൾക്കാർ. ഫ്രോഡ്. നമ്മൾ ഒരേ സ്ഥലത്തോട് തന്നെ 10 റൗണ്ട് വട്ടം നമ്മളെ അവർ നടത്തിച്ച്. നമ്മൾ ഓട്ടോയെ കയറാത്തൊരൊറ്റ ദേഷ്യത്തിൽ. ഗൈസ്, ഫൈനലി നമ്മൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഓക്കെ, ഇവിടെ നടന്നിട്ട് ചിരിയും വരുന്നത്. ആണെങ്കിൽ ലൈറ്റ് ഉണ്ട്. അതല്ലേ, പിന്നെ മാസ്ക് വെച്ചിട്ടുണ്ട്. ഇനിയും വെയിലത്ത് കിടക്കാൻ ഞങ്ങളുടെ ജീവിതം ബാക്കി. ഇതൊന്നും ഒരു നടപ്പേ അല്ലെന്നാണ് എനിക്ക് ഇത്രയും നാളെ നടന്നത് മനസ്സിലായി. നമ്മൾ നടന്നൊരു നടപ്പേ അല്ലായിരുന്നു എന്ന്. ഓക്കെ, കണ്ട നമ്മൾ മാർക്കറ്റിൽ വന്ന്. ബട്ട് നമ്മൾ കൊച്ചു മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് വലിയ മാർക്കറ്റിൽ പോകണം. വെയിൽ കൊണ്ട് ഇപ്പോഴേ വയ്യാണ്ടായി. എല്ലാവരും കരിഞ്ഞ് കടലമാവ് മേടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് വലിയ മാർക്കറ്റിൽ പോകാൻ നമ്മൾ നടക്കുക. പിന്നെ മുളക് ബജിയാണ്. നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തത്. ബട്ട് ആ ഫോട്ടോ അത്ര എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. വേഷം കെട്ടി ഇറങ്ങിയല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ നടക്കുകയാണ്. നമ്മളിന്ന് മൊത്തം നടക്കുകയാണ്. എങ്കിലും നടക്കാന്ന് പറയാനൊന്നും ഇല്ല. ഇന്ന് മൊത്തം നടപ്പായിരുന്നു. ഇങ്ങനെ പിടിക്കാനും വേറെ എല്ലാവരും നടന്ന് ഓഫായി. ലാസ്റ്റ് കിട്ടിയ ഒരു പാർക്കിൽ കയറിയിരുന്നു. അല്ല, ഇവിടെ ഇങ്ങനെ വെട്ടം കുറവ് ദിവസം ഒട്ടും ടാൻ അടിച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, മിന്നോ ഭയങ്കര തിരക്കായി. ഇവിടെ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ ഒക്കില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ എടുക്കാം. ഗൈസ്, നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും നടന്നെങ്കിലും നമ്മൾ ഷോപ്പ് ചെയ്യാൻ കയറി. ഇനി നമുക്ക് നിർത്താം, അന്തിയില്ല. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്ത് ഇപ്പോൾ കടയിലാണ് നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോട്ടൺ സാരീസ് അങ്ങനെ കുറേ ഉണ്ട്. ഇതൊന്നും നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിലും നമ്മുടെ ടേസ്റ്റുള്ള സാധനം നമ്മളിവിടുന്ന് കണ്ടുപിടിക്കണം. കോളേജൊക്കെ ഇല്ലേ, ഒരു സാരിയൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഞാൻ അത്ര ഒബ്സസ്ഡ് അല്ല, സോ നോക്കാം.
ഇവിടെ അവര് ചർച്ചയില്ല, അവരെന്ത് എടുക്കണമെന്നുള്ള ചർച്ചയില്ല. ഇത് നോക്കാം. ഇത് എൻ്റെ മുന്നിൽ അത്ര ഏരിയ നമുക്ക് വലിയ സ്ഥലമല്ല. സാരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാരി ഒന്നും എടുക്കാത്തതൊന്നും കുഴപ്പമില്ല. അതാ ഈ ചേച്ചിയുടെ ഏരിയ. അപ്പോൾ ചേച്ചി വരാത്തതുകൊണ്ട് ചേച്ചി വീഡിയോ എടുക്കും. ചേച്ചിക്ക് ഒരു സാധനം നമ്മൾ എടുക്കും. ഓക്കെ, നോക്കാം. ഇതിനൊരു അവസാനം ഇല്ല. കാണിച്ചെടുത്തേ ഗൈസ്. നമുക്ക് ഞാൻ റൂമിൽ ചെന്നിട്ടെല്ലാം കാണിച്ചു തരാം ഗൈസ്. പൊന്നു ഗൈസ്, ഇതൊന്നും ഒന്നുമല്ല, ഇനിയുണ്ട് ഗൈസ്. ഉള്ള ആക്രി മൊത്തം ഇവിടുന്ന് ഇപ്പൊ മേടിച്ചിട്ടുണ്ട്. പോരെ എന്തൊരു നാട്ടുകാരാ ഇത്. എന്റെ അമ്മ ഫോണുണ്ടെന്ന് കാണിക്കല്ല. ഇവർക്ക് എന്താ ഫോണുണ്ടെന്ന് ഇവര് കച്ചവടം ചെയ്യുവാണോ? എനിക്ക് ടെൻഷനായി പോയി. എന്തൊരു തിരക്കാ. നമ്മുടെ ബീച്ചിൽ പോക്ക് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവർ കാരണം. അപ്പൊ നാളെ പോവാം ഗൈസ്. കാരണം ഇല്ലേ ഭയങ്കര റഷ്. ഊബർ പോലും കിട്ടുന്നില്ല ബുക്ക് ചെയ്തിട്ട്. റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക്. ഇത്ര വണ്ടി കിടക്കുന്നു ഇവിടെ. ഇത്ര വണ്ടി ഇവിടെ കിടക്കുന്നു. ഇറ്റ്സ് സോ ടെറിബിൾ മാൻ. ഭയങ്കര ഒരു ടെറിബിൾ ലൈഫ്. ടെറിബിൾ. ഭയങ്കര എന്തൊരു സ്ഥലമാണ് ഇത്. എന്തൊരു റഷാ ഇവിടെ. ഇങ്ങനൊക്കെ ഗൈസ് നോക്ക് ഗൈസ്. എന്തുവാ ഇത്രയും ആൾക്കാരൊക്കെ ചെന്നൈയിൽ? എവിടാ? എനിക്ക് വയ്യ. എന്തൊരു നാട്ടുകാരാ. ഭയങ്കര റഷ്. റഷെന്ന് വെച്ചാൽ അമ്മാരി റഷ് ഗൈസ്. നമ്മളെങ്ങനെയോ നടന്ന് ബസ് കിട്ടാൻ ബസ് സ്റ്റോപ്പിൽ വരെ വന്നു. ഇനി നമുക്ക് നോക്കാം ബസ് കിട്ടുമോ ഇല്ലയോ എന്ന്. ഏതൊരു 147-ാമത്തെ ബസ് നമ്മൾ കയറണം. നോക്കാം. കയറുന്നതല്ല ഗൈസ് പാട്. ഇവരെല്ലാം വലിച്ചു കയറ്റുന്നതാണ്. ഇങ്ങനെ പോണത് ഇവിടെ നടക്കുന്നവർക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മുടെ അവിടെയൊക്കെ കേരളത്തിൽ പെഡസ്ട്രിയൻസിന് ആദ്യത്തെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഇവർക്ക് എങ്ങനെയും ആദ്യം എത്തണം. മറ്റു നടക്കുന്നവർ തള്ളിയിട്ടാലും കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, ഇവിടെ ഞാൻ നമ്പറായി ടോയ്ലറ്റ് കിടക്കുന്നുണ്ടോ? നമ്മൾ ബസ്സിൻ്റെ നമ്പർ നോക്കി വേണം ഇതേ വലിഞ്ഞ് കയറാൻ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്പർ നോക്കി വേണം കയറാൻ. ഗൈസ്, ഞങ്ങൾ രാത്രി ആയപ്പം ഞങ്ങളും അവനോട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. പൊടിദോശ. ഓക്കെ, ഫുഡ് മേടിക്കാമെന്ന് നല്ലത്. അവരൊക്കെ റൂമിലാണ്. അപ്പം നമ്മൾ ബൈക്കിൽ നമ്മൾ 3 ട്രിപ്പിൾസ് അടിച്ച് വന്നു. നമുക്കിനി ഇവർക്കൂടെ മേടിച്ചിട്ട് അവർക്കൂടെ മേടിച്ചിട്ട് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് റൂം പോയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് അന്നത്തെ ദിവസം നല്ലോണം ഒന്ന് ഉറങ്ങാം. ഗൈസ്, ഇന്ന് മൊത്തം നടന്ന് വയ്യാതായി. ഞങ്ങളുടെ മുഖത്ത് പറയാനില്ലേ? അതെ,